വയനാട് സുഗന്ധഗിരി വനത്തിൽ നിന്ന് സ്വർണ്ണക്കന്ന സാമഗ്രികൾ കടത്താൻ ശ്രമിച്ച 4 പേർ പിടിയിലായി. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഉരുക്ക് വസ്തുക്കളാണ് കടത്താൻ ശ്രമിച്ചത്. ട്രാക്ടറും ജീപ്പും സഹിതമാണ് സംഘം എത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം കാണിച്ചു തരാം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, എന്താണ് സംഭവം? SK നേരത്തെ നമ്മൾ ഈ റൈഡിംഗ് റിപ്പോർട്ടറിൽ ഈ വയനാടിൻ്റെ സ്വർണ്ണ ചരിത്രം തേടിയൊരു യാത്ര നടത്തിയിരുന്നു. ആ യാത്ര സുഗന്ധഗിരി വനത്തിലേക്കാണ് എത്തിച്ചത്. സുഗന്ധഗിരി വനമേഖലയിൽ നമ്മൾ വളരെ ദൂരം സഞ്ചരിച്ച് യാത്ര ചെയ്ത് അവസാനം ഈ ഇരുമ്പിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് പച്ചിരുമ്പാണ്, കാസ്റ്റ് അയണാണ്. കാസ്റ്റ് അയണിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ അവിടെ കൂടിക്കിടപ്പുണ്ട്. അതായത് ഈ സ്വർണം അരിച്ചെടുക്കാൻ ഉപയോഗിച്ച, അത് മണ്ണ് അരയ്ക്കും, അതിനുശേഷം അത് അരിച്ചെടുക്കും, അതിനുവേണ്ടി ഉപയോഗിച്ച വലിയ കാസ്റ്റ് അയണിൻ്റെ വലിയ ബീമുകൾ അവിടെ കിടപ്പുണ്ട്. അതായത് വലിയ വില ലഭിക്കുന്ന ചരിത്ര നിർമ്മിതി കൂടിയാണിത്. ആ നിർമ്മിതി അടിച്ചു മാറ്റാനാണ് 4 അംഗ സംഘം ഇന്നലെ അർദ്ധരാത്രി സുഗന്ധഗിരി വനമേഖലയിലേക്ക് എത്തിയത്. ഒരു ട്രാക്ടറും ജീപ്പുമായാണ് ഈ സംഘം, 4 അംഗ സംഘം എത്തിയത്. ഇതിനുശേഷം അത് അടിച്ചു മാറ്റാനുള്ള നീക്കം നടന്നു. പക്ഷേ ആന പിടിച്ചാൽ പൊങ്ങാത്ത സാധനമാണ് ഈ കാസ്റ്റ് അയൺ എന്നുള്ളതാണ്. നമ്മൾ നേരിൽ പോയി അത് മനസ്സിലാക്കിയതാണ്. കാരണം 5 കാസ്റ്റ് അയണിൻ്റെ ബീമുകൾ അവിടെയുണ്ട്. ആ കാസ്റ്റ് അയൺ ഒരിക്കലും ആന പിടിച്ചാൽ പോലും പൊങ്ങില്ല. അത്രയും അത്രയും വെയിറ്റുള്ള സാധനങ്ങളാണ്. അത് പൊക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇവരെത്തിയത്. ഇവരെത്തിയതോടുകൂടി വനംവകുപ്പ് വിവരം അറിഞ്ഞെത്തി. വനംവകുപ്പ് കോമ്പിംഗ് ഉണ്ടായിരുന്നു. RRT സംഘം, വയനാട്ടിലെ കൽപ്പറ്റയിലെ RRT സംഘമാണ് ഇവരെ പൊക്കിയത്. ഇവരെ നേരെ പോലീസിനെ കൈമാറുകയായിരുന്നു. 4 പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഏലിയാസ് എന്നാണ് ഒരാളുടെ പേര്, വാളാട് സ്വദേശിയാണ്. സുനിൽ എന്ന് പറയുന്ന ഒരാൾ, അതോടൊപ്പം ഷാജി ജോസ് എന്നയാൾ, ഷിബു ജേക്കബ് എന്നയാൾ. ഇവരൊക്കെ മാനന്തവാടി, വാളാട്, നല്ലൂർനാട് ഉൾപ്പെടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്. അവരെയാണ് ഇപ്പോൾ പോലീസിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണം അരയ്ക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ പൊക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ എത്തിയത്. പക്ഷേ അവർക്കത് സാധ്യമായില്ല. ഇതിനിടയിലാണ് വനംവകുപ്പിന്റെ കോമ്പിങ്ങിനിടെ ഇവർ ഇന്നലെ രാത്രി പിടിയിലാകുന്നതും പോലീസിന് കൈമാറുന്നതും. SK. താങ്ക് യു. എന്തായാലും റൈഡ് റിപ്പോർട്ടറിലൂടെ 24-ൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് ഈ ചേട്ടന്മാർ കേൾക്കുകയും അവരിത് അടിച്ചു മാറ്റാനായിട്ട് അവിടെ കാട്ടിനുള്ളിൽ കയറുകയും ചെയ്തത്.